നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ അല്ലേ. അപ്പോൾ ഇന്നലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് ഒരു വളരെ മനോഹരമായ പോരാട്ടമായിരുന്നു. ഇന്ന് രണ്ടാം പോരാട്ടം, ഇന്ന് ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം മത്സരം ഇന്നാണ്. സ്പെയിനും ബെൽജിയം തമ്മിലാണ് ആ പോരാട്ടം. നേർക്കുനേർ വരുന്നത് സ്പെയിനും ബെൽജിയവും തമ്മിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇത് രണ്ടുമാണ്. കാരണം ഇന്നലെ ഒരു മത്സരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിനി ഒരു മത്സരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2-0 ഒരു ആധികാരികമായ വിജയം തന്നെ ഫ്രാൻസ് സ്വന്തമാക്കുന്നൊരു കാഴ്ച. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഫ്രാൻസിന് അല്പം വെല്ലുവിളി ഉയർത്താൻ മൊറോക്കോയ്ക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും നേടാൻ അവർക്കായിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഒരു ഷിഫ്റ്റ് ഫ്രാൻസിൻ്റെ ഭാഗത്തുണ്ടായി. കുറച്ചുകൂടി അഗ്രസീവായി അവർ കളിച്ചു. അങ്ങനെ ആദ്യ ഗോൾ 60-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ കാലിൽ നിന്ന് വീണു. തൊട്ട് പിന്നാലെ 66-ാം മിനിറ്റിൽ ഡെംബലയുടെ വക രണ്ടാം ഗോൾ. അങ്ങനെ 2 ഗോളുകൾ നേടി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലഭിച്ചാൽ ആദ്യ പകുതിയിൽ ലഭിച്ചൊരു പെനാൽറ്റി, അത് എംബാപ്പെ മിസ്സാക്കി. എംബാപ്പെ ഈ ഗോളാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു പെനാൽറ്റി മിസ്സാക്കിയപ്പോഴേ ആരാധകരൊക്കെ മനസ്സിൽ കരുതിയത് ഇന്ന് ഒരു പക്ഷേ ഫ്രാൻസിൻ്റെ ദിനമായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ്, വലിയൊരു കംബാക്ക് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. രണ്ടാം പകുതിയിൽ നേടിയ 2 ഗോളിൻ്റെ ആ ഒരു ആധികാരികമായ വിജയം തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ഫ്രാൻസ് എന്തായാലും ഈ ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് തുടർച്ചയായ 3-ാം സെമിഫൈനലിലാണ് ഫ്രാൻസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 2018 അവർ കിരീടം ചൂടി. ആ ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ 2022 അവർ 2-ാം സ്ഥാനക്കാരെ അർജൻറ്റീനയ്ക്ക് തൊട്ട് പിന്നിലായി റണ്ണേഴ്സപ്പായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോഴും സെമിഫൈനൽ കളിച്ചിരുന്നു. അങ്ങനെ തുടർച്ചയായ 3-ാം സെമി ഫൈനലിലേക്ക് അർജൻറ്റീന യോഗ്യത നേടിയിരിക്കുന്നത്. തുടർച്ചയായ 3-ാം ഫൈനൽ ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ എത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തുടർച്ചയായ 3-ാം സെമി ഫൈനലിലേക്ക് ഫ്രാൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ലോകകപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അവർക്ക് നഷ്ടമായൊരു കിരീടം അത് ഇത്തവണ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും എംബാപ്പയുടെയും സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മത്സരത്തിൽ ഒരു നിർണായക പോയിൻ്റ് തുടക്കത്തിലെ എംബാപ്പയുടെ ആ ഒരു പെനാൽറ്റി മിസ് തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത്. ആദ്യ പകുതിയിൽ ശ്രദ്ധയാകർഷിച്ചത് തന്നെയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കളിയുടെ വേഗത അവർ കൂട്ടി. അവർ മൊത്തത്തിലൊരു ഷിഫ്റ്റ് ഒരു ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറുവശത്ത് മൊറോക്കോ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അതൊന്നും അങ്ങോട്ട് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ ഓവറോൾ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായത് ഉയർന്ന പൊസിഷൻ. കാരണം അധിക സമയം പന്ത് കൈവശം വെച്ചത് അവരാണ്. അപ്പോൾ അതവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. വേഗമേറിയ വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾ വളരെ വേഗത്തിൽ ക്വിക്കായിട്ടുള്ള അറ്റാക്കുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം മിഡ്ഫീൽഡിലെ സമ്പൂർണ്ണമായ ആധിപത്യം, മിഡ്ഫീൽഡിൻ്റെ കൺട്രോൾ ഫ്രാൻസ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ശ്രദ്ധേയം രണ്ടാം പകുതിയിലുള്ള മികച്ച ഫിനിഷിങ്. രണ്ടാം പകുതിയിൽ ലഭ്യമായ 2 അവസരങ്ങൾ അത് കൃത്യമായി ഒരു ഗോളുകളാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിലെടുത്ത് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൊറോക്കോയുടെ ഗോൾ കീപ്പറുടെ പ്രകടനം, അതും ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ പെനാൽറ്റി തടഞ്ഞതടക്കം ഒരുപിടി മികച്ച സേവുകൾ അവരുടെ ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ അവർ മികച്ച പ്രതിരോധമായിരുന്നു. അതായത് ഡിഫെൻസീവ് വളരെ ശക്തമായിരുന്നു. പ്രതിരോധ കോട്ട കെട്ടി തന്നെ അവർ കാത്തു. കൗണ്ടർ അറ്റാക്കുകൾ അവർ ഭീഷണി സൃഷ്ടിക്കുകയുണ്ടായി. ചില കൗണ്ടർ അറ്റാക്കുകളൊക്കെ ഫ്രാൻസിന് ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര കണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാം ഗോൾ, അതായത് രണ്ടാം പകുതിയിൽ ഈ ഗോളുകൾ 2 വഴങ്ങിയതിന് ശേഷം മത്സരം പൂർണ്ണമായി അവർ കൈവിട്ടു. മത്സരത്തിൽ തിരിച്ചുവരവിനൊക്കെ അവർ വലിയൊരു ശ്രമം നടത്തിയെങ്കിൽ പോലും പക്ഷേ അതൊന്നും അങ്ങോട്ട് ഫിനിഷ് ചെയ്യാനോ അതൊന്നും ഫലത്തിലെത്തിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പെ ഗോൾ നേടിയ കിലിയൻ എംബാപ്പയാണ് കളിയിലെ താരം ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിന് പൂർണ്ണസമയമാകുന്നതിന് മുൻപ് തന്നെ എംബാപ്പെ സബ് ചെയ്യുന്നൊരു കാഴ്ച എന്തായാലും നമ്മൾ കാണാൻ സാധിച്ചു. കാരണം സെമിഫൈനലും ഫൈനലും ഒക്കെ കളിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പരിക്കുകളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു സേഫാക്കി എംബാപ്പെ തിരിച്ചു വിളിക്കുന്നൊരു കാഴ്ച നമ്മളെന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. ഇന്നത്തെ മത്സരം സ്പെയിനും ബെൽജിയവും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ മത്സരത്തിലെ വിജയമാവും ഫ്രാൻസിനെ നേരിടുക. സെമിഫൈനലിൽ ഫ്രാൻസിൻ്റെ എതിരാളി ഈ ഒരു മത്സരത്തിലെ വിജയമാകും. അപ്പോൾ ഇരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ സ്പെയിനിൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചിരുന്നു. ബെൽജിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബെൽജിയവും ഒട്ടും മോശക്കാരല്ല. സ്പെയിൻ്റെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഓസ്ട്രിയയെ തകർത്തു, സൗത്ത് കൊറിയ തകർത്തു, ഉറുഗ്വയെ തകർത്തൊക്കെയാണ് അവർ അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് റൗണ്ട് ഓഫ് 32 എത്തുന്നത്. അവിടെയും മികച്ച വിജയം നേടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം റൗണ്ട് ഓഫ് 16 അതായത് പ്രീ ക്വാർട്ടറിൽ
പോർച്ചുഗലിനെ ഇതില്ലാത്തൊരു ഗോളിന് തകർക്ക ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ വിജയ ഗോൾ നേടിയ മെറീനോയുടെ ഒരു വിജയ ഗോൾ, അതായത് 90 മിനിറ്റിന് ശേഷമുള്ള ആ ഒരു ഗോൾ, ആ ഗോളിലൂടെ ഒരു വിജയം സ്പെയിൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവസാന മിനിറ്റ് വരെ പൊരുതാൻ തങ്ങൾ ഉറപ്പാണ്, അല്ലെങ്കിൽ പൊരുതാൻ ഉറച്ചു തന്നെ ഇറങ്ങുന്ന ഒരു സ്പെയിനെ നമുക്ക് കാണാൻ സാധിച്ചു. മറുവശത്ത് ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരുന്നത്. മനോഹരമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. റൗണ്ട് ഓഫ് 32 സെനഗലിനെതിരെ ഒരു 3-2 എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരം 3-2 വിജയം അവർ സ്വന്തമാക്കുന്നു. അവിടെ നിന്ന് റൗണ്ട് ഓഫ് 16 എത്തുന്നത്, പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ അവിടെ 4-1 ആതിഥേയരായ USA തകർത്തുകൊണ്ടാണ് ഈ ഒരു വിജയം നേടിക്കൊണ്ടാണ്, അതായത് ബെൽജിയം ഈ ഒരു വിജയം നേടിക്കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ എന്തായാലും സ്പെയിനാണ് എതിരെ, ശക്തരായ സ്പെയിൻ എന്ന് പറയാം. ശക്തരായ സ്പെയിനാണ് ബെൽജിയത്തിൻ്റെ എതിരാളി, ശക്തരായ ബെൽജിയമാണ് സ്പെയിനിൻ്റെ എതിരാളി, അങ്ങനെയും നമുക്ക് പറയാൻ സാധിക്കും. ലാമിൻ യമാലും പെഡ്രിയും അടങ്ങുന്ന ഒരു നിര തന്നെയുണ്ട്, യുവനിര തന്നെയുണ്ട് സ്പെയിൻ എടുത്തു പറയാൻ. മറുവശത്ത് ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്കാക്കുവും ഡി ബ്രൂയിനും അടങ്ങുന്ന ഒരു നിര, പരിചയസമ്പന്നരായ ഒരു നിര തന്നെ ബെൽജിയത്തിനും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ഒരു സ്പെയിനിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്തടക്കത്തിലുള്ള ആധിപത്യം വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറിയ പാസുകൾ, ആ പാസുകൾ ഫിനിഷ് ചെയ്യുന്ന ഒരു രീതി, അത് ഒക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഒപ്പം ബാക്കുകളുടെ ഒരു ഓവർലാപ്പിംഗ് അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേഗമേറിയ ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം ഡി ബ്രൂയിൻ്റെ ക്രിയേറ്റിവിറ്റിയും ലുക്കാക്കുവിൻ്റെ ഫിസിക്കൽ സാന്നിധ്യവും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ മത്സരത്തിൽ അവർ ഇരു ടീമുകൾ മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്ലാൻസ് ഇതൊക്കെ ആകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ ലാമിൻ യമാലും ബെൽജിയത്തിൻ്റെ ആ ഒരു പ്രതിരോധ നിരയും തമ്മിലൊരു പോരാട്ടമാകും ഇന്നത്തെ എന്ന കാര്യത്തിൽ സംശയമില്ല. പെഡ്രിയും ഡി ബ്രൂയിനും തമ്മിലുള്ള ഒരു പോരാട്ടമാകും എന്നതും സംശയമില്ല. ലുക്കാക്കുവും സ്പെയിൻ്റെ സെൻട്രൽ ബാക്കുകളും തമ്മിലൊരു പോരാട്ടവും കൂടി ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പെയിൻ ബെൽജിയം എന്ന പോരാട്ടത്തിന് ഉപരിയായി ഈ 3 പോരാട്ടങ്ങളും ഇന്നത്തെ മത്സരത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞ പോലെ യമാലും ബെൽജിയത്തിൻ്റെ ഒരു പ്രതിരോധവും പെഡ്രിയും ഡി ബ്രൂയിനും ഒപ്പം ലുക്കാക്കുവും സ്പെയിൻ്റെ ബാക്കും ഇത് തമ്മിലാകും ഇന്നത്തെ പോരാട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. ഓവറോൾ കാര്യങ്ങൾ നോക്കിയാൽ സ്പെയിൻ ഇതുവരെയുള്ള ഈ ടൂർണമെൻറ്റിൽ പ്രതിരോധത്തിൽ വലിയ സ്ഥിരത പുലർത്തിയിരുന്നു, ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ബെൽജിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആക്രമകാരികളാണ്, ഏത് നിമിഷവും മത്സരത്തിൻ്റെ ഗതി മാറ്റി മറിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, ബെൽജിയവും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം, കട്ടയ്ക്ക് കട്ട പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്ന് വിജയിക്കുന്ന ടീം സെമി ഫൈനലിൽ ഫ്രാൻസിന് എതിരാളികളായി വരും എന്ന കാര്യത്തിലാണ് ഏറ്റവും ശ്രദ്ധേയം. ആരാധകർ നോക്കുന്നത് സ്പെയിനാണോ അതോ ബെൽജിയമാണോ ഫ്രാൻസിൻ്റെ എതിരാളികളായി വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സെമി ഫൈനലിൽ ആര് കളിക്കും, സ്പെയിനെത്തി ഫ്രാൻസിനെ പിടിച്ചു കിട്ടും. അതായത് എംബാപ്പയും ഡിംബാലയും അടങ്ങുന്ന ആ ഒരു നിര, മറുവശത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യമാലും പെഡ്രിയും അടങ്ങുന്ന സ്പെയിൻ്റെ യുവനിര തമ്മിലൊരു പോരാട്ടമാകും. കാരണം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന 2 യുവ താരങ്ങളാണ് ലാമിൻ യമാലും ഒപ്പം കിലിയൻ എംബാപ്പയും. ഈ താരങ്ങൾ നേർക്കുനേർ വരുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിനൊക്കെയാണ് ഫുട്ബോൾ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമുക്കറിയാൻ സാധിക്കും ബെൽജിയമാണോ സ്പെയിനാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഇന്ന് ഒരു തീരുമാനം അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അതിനുവേണ്ടിയാണ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. നമുക്കും ആ ഒരു പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.